ഹലോ, ഗുഡ് മോർണിംഗ്. ഉറങ്ങിയത് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞു. ഞായറാഴ്ചകളിൽ 10 മണി കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എനിക്കുള്ളൂ. കാരണം വർക്ക് ഇല്ലാത്തൊരു ദിവസമല്ലേ. അപ്പൊ നമുക്ക് ഇപ്പോഴെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. നല്ല വെയിൽ. 10 മണി നേരത്തൊക്കെ, കാരണം ഇവിടെ ഒരു 7 മണി തൊട്ട് തന്നെ, അല്ല 7 മണിക്ക് മുന്നേ തന്നെ നല്ല വെയിൽ. ഇത് ചായ വെക്കണം, പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിത് പല്ല് തേക്കാൻ പോയിരിക്കും കേട്ടോ. ഞാൻ വന്നിരുന്ന ഞാനാണ് ഇൻട്രോ പറയുന്നത്. പുള്ളികൂടി വന്നിട്ട് അപ്പുണ്ണി ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറെ നാളായി ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പൊ അതാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ചായ വെക്കാം ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ആദ്യം നമുക്ക് പാലെടുക്കാം. പാലെടുത്ത് ഇവിടെ വയ്ക്കാം. ഇത് ചിക്കൻ ഉണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ക്യാരറ്റ് ഉണ്ട്, അതും കൂടി തോരൻ വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട്. പപ്പുണ്ണിയും വന്നു, ഞാനും അടുക്കളയിൽ ജോയിൻ ചെയ്ത് ഇനി ഞങ്ങളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ചായ വെക്കുന്നുണ്ട്. അപ്പുണ്ണിക്ക് ഏതൊരു കോഫി വേണോ? കോഫി ഇല്ലാതെ വേറെ ഉണ്ടോ ഇവിടെ? കോഫി തരാം. ചായ തിളച്ചു. ചായ തൈര് ചൂട് സമയത്ത് മെയിൻ തൈര്. പിന്നെ ചോറിനി വെക്കണം. പിന്നെ ക്യാരറ്റ് അരിഞ്ഞു കാരണം വെക്കാം. അഭിനയിക്കാൻ പറ്റേ? ഇങ്ങനെ അഭിനയിക്കും. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിടണം കേട്ടോ. അണ്ടിപ്പരിപ്പല്ല, ബദാം. അപ്പുണ്ണി ബദാം വെള്ളത്തിലിട്ടേക്ക് കുറച്ച് ഞങ്ങൾ അത് കഴിക്കും. മസ്റ്റാണ്, ഹെൽത്തി ഫുഡുകൾ ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പുണ്ണി എന്താ കട്ട് ചെയ്യും, ഞാനും കട്ട് ചെയ്ത് ചോര എടുത്ത് ഞാൻ സാധാരണ കട്ട് ചെയ്തിട്ട് മേടിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചത് വെറൈറ്റിക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നങ്ങാനാവോ? നടക്കോളൂ. എന്റെ കയ്യില്ലാതെ ഞാൻ ചെയ്ത് പുണ്യം ചെയ്യണത്. കറി വേണമെങ്കിൽ വെച്ചോട്ടെ, കുഴപ്പമില്ല. കളഞ്ഞിട്ട് പോലെ തൊഴി കളയാതെയോ? കുഴപ്പമില്ല, തൊലി കളയാനെടുത്താലും കുഴപ്പമൊന്നുമില്ല. മറക്കോ ഈ അത് കട്ട് ചെയ്തിട്ടില്ല. മറ്റേ വേണ്ടാലും തികയില്ലല്ലേ ചെറിയ ചിക്കൻ. ഒരെണ്ണം കുക്കറിൽ പുണ്ണി മനോഹരമായി ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഡിസൈനില് വേണമെന്ന് പറഞ്ഞു, പക്ഷെ അത് പറ്റിയില്ല. ഷേപ്പില്ലാതെ പോലും. ഇനി ഞങ്ങള് മറ്റേ ചിക്കൻ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഗ്രില്ല് പോലെ ചെയ്യാൻ പോകും. ഗ്രില്ലല്ല, ഒരു കുക്കഡ് ചിക്കൻ അങ്ങനത്തെ ഒരു സ്റ്റൈൽ അത് ചെയ്യാൻ പോണ്. അപ്പൊ ഇത് ഞാൻ കറി വെക്കാൻ പോണ്. അപ്പൊ അപ്പോഴേക്കും അപ്പുണ്ണി അത് മസാല തയ്ക്കാനുള്ള പാകത്തിനാക്കി. ഇനി ഞാൻ ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ. ചിക്കൻ സോ ഗൈസ്, പരീക്ഷണമാണ് സ്റ്റീംഡ് ചിക്കൻ കുക്കറിൽ ഇട്ടിട്ടുള്ളത്. നോക്കാം. എല്ലാവരും പരീക്ഷണങ്ങളല്ലേ അല്ലേ? ഞാൻ തന്നെ ഒരു പരീക്ഷണം, നീ തന്നെ ഒരു പരീക്ഷണം. അതിനെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇല്ല, അതിനെ ഇരുത്തി പൊരിക്കാം. നമുക്ക് ഇരുത്തി സ്റ്റീം ചെയ്യാം. ചിക്കൻ പറക്കാൻ പ്ലാനിങ്ങിലും മോന്റെ പോയും ഇഞ്ചി. ഇത് എവിടത്തെ ഇഞ്ചിയാണ്? യുഎയില്
ഇല്ല, അമേരിക്കയിലെ എവിടെയായിരുന്നു ബോർഡ് കണ്ടത്? ഇന്ത്യ. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ ഇതല്ല, ചൈന. ഇന്ത്യയിലെ വേഗം വാടുന്നുണ്ട്, ഇത് വാടില്ല. അപ്പൊ പിന്നെ ചൈന ആയിരിക്കും. ചൈനയുണ്ട്. ബോർഡ് ശ്രദ്ധിച്ചില്ല ഞാൻ, ശ്രദ്ധിക്കണം ബോർഡ്. അതെ, നമ്മള് സവാള ചോപ്പറിലിട്ട് ക്രഷ് ചെയ്യാൻ പോകും. അപ്പോ നമ്മുടെ ബാക്കി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ക്രഷ് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കണം. ഈ സവോള നമുക്ക് കുറച്ച് വാടി വന്നിട്ട് മസാലപ്പൊടികൾ ഇടാം. ചിക്കനിലോട് ഒഴിക്കാനുള്ള വെള്ളം ഇട്ട ചൂടാക്കണത്. ചിക്കൻ ഇഷ്ടമാണോ? എന്നിട്ട് ഇഷ്ടം അതല്ല, ഈ മാനിന് ഇഷ്ടാണ്, ഒട്ടക ഇഷ്ടാണ്, പിന്നെ എന്താണ് മുതലിഷ്ടാണ്. എന്റെ ഫേവറേറ്റ് ചിക്കൻ ആട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ. ചിക്കൻ എങ്ങനെയും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ മട്ടൻ കഴിക്കില്ല, ബീഫ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല, അതും കഴിക്കും. മട്ടനും ഇതൊന്നും ഞാൻ കഴിക്കില്ല, താറാവ് കഴിക്കില്ല. ഞാൻ ചിക്കൻ മാത്രമാണ് കൂടുതലായിട്ട് കഴിക്കുക. കോഴിയാണ് അതന്നെ. ഞാൻ വന്ന പിന്നെ അപ്പുണ്ണിക്ക് പൊന്നു കഴിക്കാൻ പറ്റണില്ല, ഞാൻ ചിക്കൻ മാത്രം ആയതുകൊണ്ട്. ചിക്കൻ മടുത്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഒരു വിധം എല്ലാവരും ചിക്കൻ ഫാൻസ് ആയിരിക്കും, മറ്റു സാധനങ്ങളോടൊന്നും വലിയ അങ്ങനെ അല്ലേ. എല്ലാരും ചിക്കൻ ഫാൻസ് ആവാനാ സാധ്യത കൂടുതൽ. ചിക്കനിലൊക്കെ കിടന്ന പൊടിക്കുക, ഞാൻ അതിനി പറഞ്ഞു വെറുതെ കൊള്ളാക്കണെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതന്നെ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് ഒരു ഏകദേശം അളവ് വെച്ചിട്ടാ മതി, ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടുന്നത്. ഇനി ഇളക്കി കൊടുക്കുക. അരിക്ക് കയറാൻ വെയിറ്റിങ്ങിലാണ് ചിക്കൻ. ഇനി ഇളക്കി കൊടുക്കുക നന്നായി. ചിക്കൻ മസാല ഞാൻ അവസാനം ഇടുള്ളൂ കേട്ടോ. ഇനി ഇളക്കി നല്ലതില് കുറച്ച് മസാലയിലൊക്കെ പച്ചമണം മാറിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്ന പറയും, ഇതൊന്ന് ഇതായി കഴിഞ്ഞാല് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി കൊടുക്കും. ഇത് നമ്മൾ ചൂട് ചെയ്ത് വെച്ച വെള്ളമാണ്, ചൂടാക്കി വെച്ച വെള്ളമാണ്. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാല ഇത്തിരി കുഴമ്പ് രൂപം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും ചിക്കൻ ഇടുന്നതിന് മുന്നിട്ടാ. ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കലുണ്ട് എൻ്റെ ഒരു രീതി, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ചിക്കൻ ഇറക്കാം. ഒന്നുകൂടി ഞാൻ കഴുകി വെച്ചിരുന്നു, പക്ഷെ ഇല്ലേ ചോര ഇങ്ങനെ കുറച്ചുകൂടി ഇറങ്ങുന്നുണ്ടോ, ജസ്റ്റ് നെല്ലിയാണ്ട് വേണ്ട ഒന്നുകൂടി കഴുകാണ്. ചിക്കനിലേക്ക് ഇറക്കാം. നന്നായിട്ട് ചിക്കനെ ഈ മസാലയെല്ലാം അങ്ങോട്ട് തിരട്ടി അങ്ങോട്ട് എടുക്കാം. ഇല വാങ്ങാൻ വിട്ടുപോയി, വേപ്പില നമുക്ക് ഇടാം. വേപ്പില ഞാൻ ഇട്ടു. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. മൂടി വെച്ചു. പേസ്റ്റ് ആയിട്ട് ഇടി ഉണ്ട് കേട്ടോ. നല്ലൊരു പണി കിട്ടിയ, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ പണി കിട്ടിയത്. പ്രായത്തിന്റെ ഒരു ഇടുപ്പുകളെല്ലാം വരഞ്ഞിലേക്കൊക്കെ ഇതും കൂടി അങ്ങോട്ട് എടുത്തങ്ങോട്ട്. അതേ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റിന് വിടത്. ഇത് നമ്മള് ക്യാരറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി ഇങ്ങോട്ട്. ക്യാരറ്റ് ഒക്കെ കറി വെക്കുമ്പോ നമുക്ക് വാരിത്തരാനും ഷെയർ ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യ. ചിക്കനൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ അങ്ങനെ ഒരു പീസ് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നോടല്ലേ. പിന്നെ എന്റെ മുന്നേ ജീവിതത്തിൽ നമ്മൾ ചിക്കൻ കഴിക്കൂല, അത്രയ്ക്ക് വെറുപ്പിച്ച് കഴിച്ചു തരും. പക്ഷെ സ്നേഹം റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചിക്കനിൽ നിന്ന് കൈയിട്ടെടുക്കണേന്ന് അത് കണക്കില്ല. തരുമ്പോ തന്നെ മൂക്ക് കൊത്തി ചിക്കൻ മൊത്തം തിന്നും. അപ്പോഴേ നമ്മ പകുതി പോലും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ആളെ ഫുള്ളും തിന്ന് തീർന്നിങ്ങനെ ഇരിക്കുമ്പോ നമ്മ ചിക്കൻ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും.
ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഫുഡ് കഴിക്കും. അപ്പുണ്ണിയെ എന്തുണ്ണിയൊന്നും ഉണ്ടാകും. അപ്പുണ്ണിയെ റിവ്യൂ പറയുമ്പോ സന്തോഷത്തിലാണ്. യോഗയാണ് അത് ആലോചിച്ചുകൊണ്ടിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേപ്പിലിട്ട് കൊടുക്കാം. ആവി പോകാണ്ടിരിക്കാൻ. അപ്പൊ ഇത് എല്ലാതും ആയിട്ടുണ്ട്. ഇനി പാത്രം കഴുകാനുണ്ട്. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാം. പിന്നെ നമുക്ക് എക്സ്ട്രാ മുട്ടക്കറി ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് നാളേക്കും കൂടി കുക്ക് ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പൊ മുട്ടക്കറിയും കൂടി ഇനി എടുത്ത് ചൂടാക്കണം. എന്നിട്ട് ചോറും കുക്കർ ചിക്കൻ. അതന്നെ കുക്കർ പൊട്ടിത്തെറി ചിക്കൻ ആക്കണ്ടല്ലേ? കുക്കർ വേണ്ടല്ലേ? വേണ്ട. കുക്കർ ചിക്കൻ ഉണ്ട്. അപ്പൊ ഇനി അടിപൊളി ഒരു ഭക്ഷണം കഴിക്കാം. എനിക്കിന്ന് സന്തോഷമാണ്, കാരണം ചിക്കനാണ് ഇന്ന് ഇവിടെ. എന്നും ചിക്കൻ തന്നെയാണ് സന്തോഷം. ഒരാള് തല്ലി പൊളിക്കുന്നുണ്ട്. അപ്പൊ അതേ കുളിയൊക്കെ കഴിഞ്ഞ് എന്റെ കഴിഞ്ഞിട്ടില്ല. പുള്ളി വേറെ പണിയിലായിരുന്നു. എന്റെ കുളി കഴിഞ്ഞത് ഞങ്ങള് ചിക്കൻ മറ്റേതില്ലേ, മറ്റോണം ചെയ്യുന്ന സ്റ്റീം, അതന്നെ അത് ചെയ്യാൻ പോണ്. അപ്പൊ അത് കുക്കറിലാക്കാൻ പോണ് കേട്ടാ. ബാക്കി വീഡിയോ പുള്ളി വിടും. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറല്ല 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. കുക്കർ എടുക്കുക, എണ്ണ ഒഴിക്കുക, കുറച്ച് നിറഞ്ഞിരുന്നോട്ടെ, ചിക്കനിട്ട് കൊടുക്കാം, ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതായത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 20 മിനിറ്റ്. അതായത് മുട്ടക്കറി ആയിക്കൊണ്ടിരിക്കുന്നു. മുട്ടക്കറി നമ്മൾ ഓൾറെഡി വെച്ചു. അപ്പൊ ഇന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ട്. ചിക്കൻ നമുക്ക് നാളേക്കുള്ളതാണ്. ഇത് മുട്ടക്കറി എന്താ ചൂടാക്കിക്കൊണ്ടിരിക്കുക മുട്ടക്കറി. ഇവിടെ കുക്കറിലായിക്കൊണ്ടിരിക്കും. 20 മിനിറ്റ്. 2:10 നമുക്ക് 1:50 നമ്മൾ വെച്ചത്. 2:10 നമ്മൾ എടുക്കുന്നതായിരിക്കും. ലോ ഫ്ലെയിമിൽ അത് പോകുന്നു. ഇവിടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്തതിരിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ക്യാരറ്റ് തോരൻ. ഇനി അപ്പുണ്ണി കുളിച്ചു വന്നിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കും. ഓക്കെ. അപ്പുണ്ണിയുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. എപ്പോഴാണ് കുളിക്കുന്നത്? കുളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കില്ല. അത് ഞാൻ എടുക്കൂ. അപ്പോ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിന്റെ ഇനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. നൈറ്റ് ഉണ്ട് അത് എടുക്കണം. നമ്മള് ആവി പറക്കണ ചോറ് കണ്ട മുട്ടക്കറി അപ്പുണ്ണിക്ക് ഒഴിച്ചു. ഇത് തോരനിടാൻ പോണു. ക്യാരറ്റ് തൈരണ്ട. ഈ കഴിക്കുന്ന സമയത്ത് നമ്മളത് ജസ്റ്റ് ചോദിക്കും. ഫുഡ് കഴിക്കാൻ പോണപ്പണി കുളിച്ചു വന്നിട്ടുള്ളൂ. ഇങ്ങനെ നിൽക്കുക. ഫുഡ് കഴിക്കട്ടെ ഞങ്ങള്. അല്ല ഇവിടെ എന്താ പരിപാടി? ഓ ബദാം തൊലി തിരിഞ്ഞ് കഴിക്കില്ലേ? ചിക്കൻ ചെയ്യണ്ടേ? പൊട്ടിക്കണ്ടേ ചിക്കൻ? ദമ്മിപ്പ് പൊട്ടിച്ചില്ല. ഞാനിത് പൊട്ടിച്ചിട്ടില്ല. പക്ഷെ കീർത്തി ഇത് പൊട്ടിച്ച് കുറച്ച് തിന്നും കഴിഞ്ഞാ തോന്നുന്നുണ്ടാ. എന്താ പൊട്ടിക്കണ്ട? ആരൊക്കെ എന്തൊക്കെ തിന്നു. നല്ല സ്മെല്ല്. ഇവിടെ പറിച്ചൊക്കെ തീറ്റടങ്ങി. എന്താ അപ്പൊ നമുക്ക് ചിക്കന്റെ നെക്സ്റ്റ് പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ ജസ്റ്റ് വിളിക്കും ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിൽ കയറ്റാൻ ചിക്കൻ തിന്നണ്ട. തിന്നാനല്ല വറുത്തിടാന്. ബാക്കി ഞാൻ നമ്മളിത് വിളിക്ക് വിൽത്തായ വെന്ത് വന്ന വെള്ളം ജസ്റ്റ് ഒന്ന് ചിക്കൻ ഇട്ടെടുക്കാം. പിന്നെ എനിക്ക് മണം കേൾക്കുമ്പോ തിന്നാൻ തോന്നുന്നു. പുള്ളി ഇടയിൽ പോയിക്കോലായിരുന്നു തിന്ന. അങ്ങനെ വേണ്ട. എന്തുവല്ല മണല്ലേ? നല്ല മണം കിട്ടുണ്ടല്ലേ? നല്ല
ഞാൻ ഗ്രേവിയിൽ കിടന്നൊന്ന് വെക്കണം. ചിക്കൻ അപ്പോൾ ഇത് സാഹസികമായി ചിക്കൻ മറിച്ച് തിരിക്കാനുള്ള പണിയില്ല. ചിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മള് ഇതിന്റെ മേലെ മസാല ഒഴിച്ചു വെക്കും. ഇത് ചിക്കൻ നമ്മള് കുക്കറിൽ അടിച്ച ഗ്രേവിയാണ് ഇട്ടത്, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കുക്കറിൽ അടിച്ച സാധനമാണ്, അതാണ് നമുക്ക് ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെച്ചത് പീസ് നിലത്ത് കളഞ്ഞു. എങ്ങനെയുണ്ട്? പത്തിരിയിൽ കൂട്ടി കഴിച്ച പീസ് കൂട്ടി കഴിക്കാൻ പോണ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നല്ലേ? ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങളിത് ഒന്ന് കെടുക്കാനൊക്കെ പോകണം. ഇനി നാളെ ഓഫീസിൽ പോകണം. അപ്പൊ ഞായറാഴ്ചത്തെ ഒരു ദിവസമാണ് ഇപ്പൊ കണ്ടത് കേട്ടോ. ഒരാൾ AC ആയിരുന്നത് പുതപ്പിന്റെ അടി കയറി. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടാറ്റ. ഓക്കെ.